മഴത്തോരും മുൻപേ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. മനുശങ്കർ വലിയ നിരാശയിലും സങ്കടത്തിലുമാണ്. അയാൾ പ്രതീക്ഷിച്ചതുപോലെ ആയിരുന്നില്ല കാര്യങ്ങൾ അവസാനം എത്തിപ്പെടുന്നത്. അയാൾ പറയുന്നത്, ഒരു ഓർഫനേജിൽ അനാഥ ശിശുക്കളെയും വൃദ്ധരെയും പരിചരിച്ച് നടക്കുന്ന ഒരു ഭാര്യയല്ല ഞാൻ പ്രതീക്ഷിച്ചത്. എൻ്റെ ഭാര്യ എൻ്റെ കൂടെ ഉണ്ടാവണം. കല്യാണം കഴിഞ്ഞ് എൻ്റെ ഫ്ലാറ്റിൽ വന്ന് താമസിക്കേണ്ടവൾ അവിടെ സ്നേഹനികേതനത്തിന് വേണ്ടി ഓടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതെങ്ങനെയാ ശരിയാവുക? എന്നോടൊപ്പം ജീവിക്കുവാൻ അവൾക്ക് എവിടെ സമയം കിട്ടും? ഞാൻ വിളിച്ചാൽ വിളി കേൾക്കുന്നിടത്ത് എൻ്റെ ഭാര്യ ഉണ്ടാവണ്ടേ? ഞങ്ങൾക്കൊരു വീട് വേണ്ടേ? കുട്ടികൾ വേണ്ടേ? ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള സ്വകാര്യ ജീവിതം വേണ്ടേ? സ്നേഹനികേതനം പോലൊരു പ്രസ്ഥാനം തലയിൽ കയറ്റി വെച്ചാൽ അവൾക്ക് അതിട്ടിട്ട് എൻ്റെ കൂടെ പോരാൻ പറ്റുമോ? ഞങ്ങൾ ഒരുമിച്ചുള്ള ജീവിതത്തെപ്പറ്റി ചിന്തിക്കുവാൻ അവൾക്ക് സമയം കിട്ടുമോ? 2-4 ഫോൺ കോളും മാസത്തിൽ 2 ദിവസത്തെ സഹവാസവും മാത്രമുള്ള ദാമ്പത്യ ജീവിതമല്ല ഞാൻ സ്വപ്നം കണ്ടത്. ഇത് ശരിയാവില്ല എന്നെനിക്ക് ഉറപ്പാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ മനുശങ്കറിൻ്റെ ഈ ചിന്തകളോടുകൂടിയാണ് നമ്മൾ അവസാനിപ്പിച്ചത്. പുതിയ എപ്പിസോഡിലേക്ക് നമ്മൾ പോവുകയാണ്. അതിനു മുൻപായി ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്പോൾ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുവാനും ഹൈപ്പ് ചെയ്യുവാനും മറക്കരുത് എന്ന് പ്രത്യേകം ഓർപ്പിക്കുകയാണ്. പുതിയ എപ്പിസോഡിലേക്ക് പോകാം. അലീനയും സ്റ്റാൻലിയും കൂടി ഉദ്ഘാടനത്തിന് 2 ദിവസം മുൻപ് തന്നെ കഴക്കൂട്ടത്തേക്ക് പോവുകയാണ്. സ്റ്റാൻലി തിരിച്ചു വരുമെങ്കിലും അലീനയുടേത് ഒരു വേർപെടലാണെന്ന് എൽസമ്മയടക്കം എല്ലാവർക്കും അറിയാം. അലീന ഇനി കുളത്തുപ്പുഴ വീട്ടിൽ ഒരു സന്ദർശക മാത്രമായിരിക്കും. അലീന പോകുമെന്നറിയാമായിരുന്നുവെങ്കിൽ പോലും ആ ദിവസം അടുത്തപ്പോൾ ടാനിയയുടെ മുഖത്ത് നിരാശയും മ്ലാനതയും നിഴൽ വീഴ്ത്തി. അവൾക്കൊരു ചേച്ചിയെ മാത്രമല്ല, ഒരു നല്ല കൂട്ടുകാരിയെ കൂടിയാണ് നഷ്ടമാകുന്നത്. ആകാശത്ത് കാർമേഘം വന്ന് മൂടുന്നത് പോലെ ചില നേരങ്ങളിൽ മനസ്സിലൊരു ശൂന്യതയുടെ ഗ്ലാനി പടരുമ്പോൾ അവൾക്ക് തലവെച്ച് കിടന്ന ആശ്വാസം കൊള്ളാനൊരു മടിത്തട്ടുണ്ടായിരുന്നു ഇതുവരെ. സ്നേഹമിയലുന്ന വിരലുകളുടെ തലോടലും സാന്ത്വനങ്ങളും അവളുടെ എല്ലാവിധ ആശങ്കകളെയും മനസ്സിനടിത്തട്ടിൽ മുഴങ്ങുന്ന ആഴമേറിയ അജ്ഞാത ഭീതികളെയും തുടച്ചു നീക്കി ശാന്തിയുടെ പ്രഭാപൂരം ചൊരിഞ്ഞിരുന്നു. ഇനി ഞാൻ എന്തായി തീരുമെന്ന് പോലും എനിക്കറിയില്ല, ടാനിയ സങ്കടത്തോടെ അലീനയോട് പറയുകയാണ്. അപ്പോൾ അലീന, എനിക്കറിയാം, നീ ഒരു നല്ല മിടുക്കി കുട്ടിയായി വരും. നല്ല വഴിയെ നടക്കാനും നല്ലത് ചിന്തിക്കുവാനും സ്വാർത്ഥതയില്ലാതെ ജോലിയെടുക്കുവാനും നീ പഠിച്ചു കഴിഞ്ഞു. എന്തു പ്രശ്നം വന്നാലും പപ്പയുണ്ട് തൊട്ടരികിൽ നിന്നെ സഹായിക്കാൻ. എന്നാലും അലീന ചേച്ചിയുടെ കണ്ണെത്താത്ത സ്ഥലത്താണല്ലോ എന്ന് ഓർക്കുമ്പോൾ, എൻ്റെ കണ്ണ് എത്തത്തില്ലെന്ന് ആര് പറഞ്ഞടി? ആഴ്ചയിൽ 1 ദിവസമെങ്കിലും ഞാൻ ഇവിടെ വന്ന് താമസിക്കും. അല്ലെങ്കിൽ തന്നെ 2 മണിക്കൂറിൻ്റെ ദൂരമല്ലേ ഉള്ളൂ മോളെ. നിനക്ക് എന്തൊരു വിഷമം തോന്നുമ്പോഴും ഒന്ന് റിങ് ചെയ്താൽ പോരെ? ഒറ്റ വാക്ക്, ഞാനിവിടെ പറന്നെത്തിക്കഴിയും. അലീന ചേച്ചിക്ക് അങ്ങനെ വരാൻ പറ്റുമോ? നീ വിളിച്ചാൽ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഇട്ടുകൊണ്ട് തന്നെ ഞാനിങ്ങ് വരും. നിനക്ക് ഇടയ്ക്കൊക്കെ അങ്ങോട്ടും വരാമല്ലോ. പപ്പ എന്തായാലും ആഴ്ചയിൽ 1 തവണയെങ്കിലും വരാതിരിക്കില്ല. ആ കൂടെ കയറി പോന്നാ പോരെടി. എന്നാലും അലീന ചേച്ചി ഇവിടെ ഉള്ളതുപോലെ ഒക്കില്ലല്ലോ. എനിക്കതൊരു ധൈര്യമായിരുന്നു. ഒരബദ്ധം പറ്റിയാലും സാരമില്ലടി മോളെ എന്ന് പറയാൻ എനിക്കൊരാളുണ്ടായിരുന്നല്ലോ. ഞാനുണ്ടല്ലോടി, ഒരു ഫോൺ കോൾ മാത്രം പോരെ? എന്നിട്ടും ടാനിയയുടെ മുഖം തെളിഞ്ഞില്ല. അപ്പോൾ അലീന ചോദിക്കുകയാണ്, ഞാനൊരു കല്യാണം കഴിച്ചു പോയെന്നിരിക്കട്ടെ, അപ്പം നീ എന്തു ചെയ്യും? അതൊക്കെ ശരിയാ, എന്നാലും നോക്കുമോളെ, നിനക്കൊരു ഉത്തരവാദിത്തമുണ്ട്. മമ്മിയെ നോക്കണം, പിന്നെ ടെൽസ, ഈ വീട്, പപ്പയുടെ കാര്യങ്ങൾ. നിനക്ക് വിഷമിക്കാനൊന്നും അധികം സമയം കിട്ടത്തേയില്ല. പിന്നെ പരീക്ഷ എഴുതണം. ക്ലാസ്സിൽ പോകാത്തത് കൊണ്ട് ഒരുപക്ഷെ തോറ്റുപോകുമായിരിക്കും. സാരമില്ല, അടുത്ത തവണ ഇമ്പ്രൂവ് ചെയ്യാം. മമ്മിയുടെ കാര്യം ഡോക്ടർ പറഞ്ഞറിയാമല്ലോ. നല്ലതുപോലെ കെയർ ചെയ്യണം. അങ്ങോട്ട് ശാസിക്കാനോ കുറ്റപ്പെടുത്താനോ പോയേക്കരുത്. മമ്മി എന്തു പറഞ്ഞാലും തിരിച്ചൊന്നും പറയാതെ കേട്ടോണ്ട് നിന്നേക്കണം. നമ്മളോട് സ്നേഹം പ്രകടിപ്പിക്കാത്തവരെ സ്നേഹിക്കാൻ ബുദ്ധിമുട്ടാണെന്നൊക്കെ എനിക്കറിയാം. നമ്മൾ മനഃപൂർവ്വം സ്നേഹിക്കേണ്ടി വരുന്ന മനുഷ്യരുണ്ട് എന്നുള്ള കാര്യം ഓർക്കണം. മമ്മിയുടെ വിശ്വാസം എല്ലാവരിൽ നിന്നും സ്നേഹവും ശ്രദ്ധയും വലിയ അളവിൽ കിട്ടാനുള്ള അർഹതയുണ്ടെന്നാണ്. അത് തിരിച്ചു കൊടുക്കുന്നതിനെപ്പറ്റി ഒരാലോചനയുമില്ല. അവരുടെ സ്നേഹം ഡോക്ടർ പറഞ്ഞതുപോലെ മറ്റുള്ളവരുടെ മേലുള്ള അധികാരവും അവകാശവുമാണ്. നമ്മളത് സമ്മതിച്ചു കൊടുത്തേച്ചാൽ പിന്നെ ഒരു പ്രശ്നവും വരില്ല. പക്ഷെ ചേച്ചി, നമുക്ക് ദേഷ്യം വരും. മമ്മിക്കൊരല്പം വയ്യായ്ക വന്നാലും നമുക്കായിരിക്കും അതിൻ്റെ കുറ്റം. നമ്മൾ കെയർ ചെയ്തില്ലെങ്കിൽ എന്നെ ആർക്കാ വേണ്ടത്? കെയർ ചെയ്യാമെന്ന് വെച്ചാലോ ആരെ കാണിക്കാനാ ഇതുവരെ ഇല്ലാത്ത സ്നേഹം? ഇങ്ങനെയൊക്കെ ആയിരിക്കും സംസാരിക്കുന്നത്. നീ കുഞ്ഞായിരുന്നപ്പം എത്രമാത്രം ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടായിരിക്കും നിന്റെ മമ്മിയെ. നിനക്ക് രോഗം വരുമ്പോൾ എത്രയോ ദിവസം മമ്മി ഉറക്കളച്ചിരുന്നിട്ടുണ്ട് നിന്നെ ശുശ്രൂഷിക്കാൻ വേണ്ടി. മലമൂത്രങ്ങളിൽ കിടന്ന് ഇഴയുന്ന പ്രായത്തിൽ നിന്നെ കുളിപ്പിച്ചൊരുക്കി മിടുക്കിയാക്കി എവിടെല്ലാം കൊണ്ടുപോയിട്ടുണ്ടാവും. ഒരു കുഞ്ഞ് 2 കാലിൽ എഴുന്നേറ്റ് നിൽക്കാറാകുമ്പോഴേക്കും അതിനെ പ്രസവിച്ച വേദന ഉൾപ്പെടെ അതിൻ്റെ അമ്മ സഹിക്കേണ്ടി വരുന്ന വേദനയ്ക്കും ബുദ്ധിമുട്ടുകൾക്കും തരുന്ന സ്നേഹത്തിനും അമ്മിഞ്ഞപ്പാലിനും പകരം വെക്കാൻ ഈ ലോകത്തൊന്നും ഇല്ല എന്നുള്ളത് ഓർത്താൽ മാത്രം മതി. നമുക്ക് തോന്നുന്ന ദേഷ്യമൊക്കെ അപ്പോൾ തന്നെ അങ്ങ് പോയിക്കൊള്ളും. ഉടനെ ടാനിയ പറയുകയാണ്, ചേച്ചിയെപ്പോലെ ചിന്തിക്കാനുള്ള കഴിവും കൂടിയൊക്കെ എനിക്ക് വേണ്ടേ? ചില കാര്യങ്ങൾ എഴുതിയിട്ടേക്കണം, എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കണം. ദേഷ്യം വരുമ്പോൾ നമുക്ക് ശാന്തമായിട്ട് ചിന്തിക്കാനൊന്നും പറ്റില്ല. പക്ഷെ എത്ര ദേഷ്യം വന്നാലും നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന ഒരു സംഗതി എടുത്ത് നമുക്ക് വായിക്കാം.
അപ്പോൾ ടാനിയ മന്ദഹസിച്ചുകൊണ്ട് പറയുക, ആ ഇനി അങ്ങനെ എന്തെങ്കിലും ഞാൻ ചെയ്തു നോക്കാം. തുടർന്ന് ടെൽസയെ കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തുവാൻ അലീനയ്ക്ക് അല്പം ബുദ്ധിമുട്ടേണ്ടി വന്നു. അലീന വീട് വിട്ടു പോവുകയാണെന്നും ഇനി ഒരിക്കലും തിരിച്ചു വരില്ലെന്നുമായിരുന്നു അവളുടെ വിശ്വാസം. നിന്നെ ഉപേക്ഷിച്ചിട്ടൊന്നും പോവല്ല മോളെ. നിന്റെ പരീക്ഷ കഴിയുമ്പോൾ ഞാൻ വരും. പിന്നെ നീ എൻ്റെ കൂടെയാ. അടുത്ത വർഷം നീ പഠിക്കാൻ പോകുന്നത് കഴക്കൂട്ടത്തെ സ്കൂളിലാണ്. പപ്പയോട് ചോദിച്ച് അതിനുള്ള സമ്മതം ഞാൻ വാങ്ങിച്ചോളാം. ആ വാഗ്ദാനത്തിൽ ടെൽസ ഒതുങ്ങി. അലീന അത് വെറുതെ പറഞ്ഞതായിരുന്നില്ല. ടെൽസയെ തൻ്റെ കൂടെ നിർത്തണമെന്ന് അവൾ ആഗ്രഹിച്ചു. അവൾക്ക് പ്രത്യേകമായൊരു ശ്രദ്ധയും പരിചരണവും ആവശ്യമുണ്ട്. അലീന പോകുന്നതിൽ ടോജോയ്ക്ക് വല്ലായ്മയുണ്ടായിരുന്നുവെങ്കിലും അവനെ അത് അത്ര കണ്ട് ബാധിച്ചില്ല. ഒരാൺകുട്ടിയുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് അവൻ ബോധവാനായിരുന്നു. പപ്പയോട് അനുവാദം ചോദിച്ചാൽ തനിക്കിഷ്ടമുള്ളപ്പോഴൊക്കെ കഴക്കൂട്ടത്തേക്ക് പോകാവുന്നതേ ഉള്ളെന്ന് അവനറിയാം. അലീനയുടെ വിടവാങ്ങൽ എൽസമ്മയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നഷ്ടമാണ്. ഇതുവരെയും എൽസമ്മയ്ക്ക് ആ കുടുംബത്തിൻ്റെ മുഖ്യധാരയിലേക്ക് വന്നു ചേരുവാൻ കഴിഞ്ഞിട്ടില്ല. അഞ്ചലിൽ നിന്നും എൽസമ്മയുടെ ശരീരം മാത്രമേ പോന്നിട്ടുള്ളൂ. മനസ്സ് പാതി അവിടെ അവശേഷിക്കുകയാണ്. അലീനയാണ് എൽസമ്മയെയും സ്റ്റാൻലിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരേ ഒരു കണ്ണി. അലീന ഇല്ലെങ്കിൽ ഈ വീട് എൽസമ്മയ്ക്ക് അന്യമാണ്. പണ്ടെന്നോ തൻ്റെ ജീവിതത്തിൽ നിന്നും വിട്ടുപോയ ഒരാളുടെ വീടാണിത്. അയാളുമായി ഇനിയുള്ള സഹവാസം എൽസമ്മയ്ക്ക് ആലോചിക്കാൻ പോലും സാധ്യമല്ല. ആയതിനാൽ എൽസമ്മയെ സമാധാനിപ്പിക്കുവാൻ അലീനയ്ക്ക് വളരെ ക്ലേശിക്കേണ്ടി വന്നു. എൽസമ്മ അത് തന്നെ ചോദിച്ചുകൊണ്ടേയിരുന്നു. നീ പോയി കഴിഞ്ഞ് ഞാൻ എന്തിനാ പിന്നെ ഇവിടെ കിടക്കുന്നത്? ഞാൻ ഈ വീട് ഉപേക്ഷിച്ചിട്ട് പോയവളാ. എനിക്കിത് വേണ്ട. നീ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വന്നത്. നീ ഇവിടുന്ന് പോവുകയാണെങ്കിൽ എന്നെ അഞ്ചലിൽ കൊണ്ടുപോയി തിരികെ വിട്ടേക്ക്. അതിന് അലീന, ആൻറ്റി പപ്പയുമായി ബന്ധം പിരിഞ്ഞിട്ടൊന്നുമില്ലല്ലോ. അപ്പം ഈ വീട്ടിൽ താമസിക്കാനുള്ള അവകാശം തീർച്ചയായിട്ടും ആൻറ്റിക്കുണ്ട്. മക്കൾക്കും അതിനുള്ള അവകാശമുണ്ട്. നമ്മുടെ ന്യായമായ അവകാശം എന്തിനാ നമ്മൾ വേണ്ടെന്ന് വെക്കുന്നത്? പപ്പയ്ക്കിപ്പോൾ ആൻറ്റിയോട് ഒരു വിരോധവുമില്ല, മക്കൾക്കും ഇല്ല. ഒരു പുത്തൻ കല്യാണം നടത്തിയതുപോലെ പുതിയൊരു ദാമ്പത്യമൊന്നും ഇനി എന്തായാലും നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇടയിൽ ഉണ്ടാകാൻ പോകുന്നില്ല. ഒന്നാമത് പ്രായം, രണ്ടാമത് മാനസികാവസ്ഥ. പിന്നെ എന്താ വേണ്ടത്? ഈ കുട്ടികളുടെ കാര്യം നോക്കി അന്യോന്യം വഴക്കുണ്ടാക്കാതെ ജീവിക്കുക. ഇനിയും അഞ്ചലിലേക്ക് തിരിച്ചു പോവുകയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആൻറ്റിക്ക് സ്വന്തം കാര്യത്തിലല്ലാതെ മറ്റാരുടെയും കാര്യത്തിൽ യാതൊരു താല്പര്യവും സ്നേഹവും ഇല്ല എന്നാണ്. അതുമാത്രവുമല്ല, ഇനി ആൻറ്റി തിരിച്ച് അവിടേക്ക് പോയാൽ മക്കൾ ആരും കൂടെ ഉണ്ടായെന്ന് വരില്ല. തിരിച്ചു പോരേണ്ടി വരും. അപ്പോൾ എൽസമ്മ, എനിക്കാരും വേണ്ട, ഞാൻ തനിയെ അങ്ങ് ജീവിച്ചോളാം. പക്ഷേ ആൻറ്റി എത്ര പേർക്ക് വേണം? ആ അത് ശരിയാ, എന്നെ ആർക്കും ആവശ്യമില്ല, അതും എനിക്കറിയാം. അല്ല ആൻറ്റി ആർക്കും ആവശ്യമില്ലെന്ന് ആര് പറഞ്ഞു? എനിക്കെന്തായാലും ആൻറ്റിയെ വേണം. എന്നെ പ്രസവിച്ചില്ലെങ്കിലും എൻ്റെ കൂടപ്പിറപ്പുകളുടെ അമ്മ എൻ്റെയും അമ്മ തന്നെയാണ്. എൻ്റെ പപ്പയുടെ ഭാര്യയാണ്. അത്രയും കേട്ടപ്പോഴേക്കും എൽസമ്മയുടെ ഉള്ളം കുളിർത്തു. പിന്നെ എനിക്ക് മാത്രമല്ല, ആൻറ്റിയുടെ മക്കൾക്ക് അവരുടെ അമ്മയെ വേണ്ടേ? ആ ഞാനില്ലെങ്കിലും അവരങ്ങ് ജീവിച്ചോളും. അവർക്കിപ്പോൾ പപ്പായ മതിയല്ലോ. എൻ്റെ ആൻറ്റി, നമ്മളിങ്ങനെ മാറി നിന്നാൽ നമ്മളെ ആർക്കും വേണ്ട. നമ്മൾ അങ്ങോട്ട് കയറി ചെന്ന് നമ്മുടെ സ്ഥാനം ഉറപ്പിക്കുകയാണ് വേണ്ടത്. അത് മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്പെടുന്ന വിധത്തിലായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ കയ്യും കെട്ടി കുറേക്കാലം വെറുതെ ഇരുന്നാൽ എന്നെ ആർക്കും വേണ്ട. നമ്മൾ അരി വാങ്ങിക്കുന്ന കടയിലെ കച്ചവടക്കാരൻ കട പൂട്ടി വീട്ടിൽ ചെന്ന് വെറുതെ ഇരുന്നാൽ അയാളെ നമുക്ക് വേണോ? നമ്മൾ അടുത്ത കടയിൽ പോകും. നമ്മളെ ആർക്കെങ്കിലും വേണോ എന്നറിയാൻ ഒരു മൂലയ്ക്ക് മാറി ഒതുങ്ങിയിരിക്കുകയല്ല വേണ്ടത്. അങ്ങോട്ട് ചെന്നിട്ട് ഞാൻ ഒട്ടും മോശക്കാരിയല്ല എന്ന് കാണിച്ചു കൊടുക്കണം. ഈ വീട്ടിൽ ആൻറ്റിയുടെ സഹായം എവിടെയെല്ലാം ആവശ്യമുണ്ട്. ഈ വീട് ഭരിക്കേണ്ടത് ആൻറ്റിയല്ലേ? ആൻറ്റി ഒരു വാക്ക് പറഞ്ഞാൽ അതിനൊരു എതിർ വാക്കുണ്ടോ? അപ്പോൾ എൽസമ്മ, ഞാൻ ഈ വീട് ഭരിച്ചുകൊണ്ടിരുന്നവളാ. എൻ്റെ വാക്കിന് വിലയില്ലെന്ന് മനസ്സിലായപ്പോഴാണ് ഞാൻ ഇവിടുന്ന് പോയത്. ആൻറ്റി, ഈ ഭരിക്കുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ മേൽ അധികാരം പ്രയോഗിക്കുക എന്നാണോ അതിൻ്റെ അർത്ഥം? നല്ല ഭരണമെന്ന് പറഞ്ഞാൽ നല്ല സേവനമെന്നാണ് അർത്ഥം. വേണ്ടതെല്ലാം എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക. ഹൃദയം പോലെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കണം ഒരു നല്ല വീട്ടമ്മ. ഹൃദയത്തിൻ്റെ ജോലി എന്താ? എല്ലാ അവയവങ്ങളിലേക്കും രക്തവും അതുവഴി പോഷകങ്ങളും ഓക്സിജനും എത്തിച്ചു കൊടുക്കുക. തിരിച്ചു കിട്ടുന്നത് മലിന രക്തമാണ്. അതും ശുദ്ധീകരിച്ചു വിടുകയാണ്. നമ്മുടെ ഒരവയവത്തിൽ പോലും ഒരധികാരവും അടിച്ചേൽപ്പിക്കുന്നില്ല ഹൃദയം. എന്നുവെച്ച് ഹൃദയത്തെ വേണ്ടെന്ന് വെക്കാൻ ഏതെങ്കിലും ഒരവയവത്തിന് സാധിക്കൂ ആൻറ്റി? ഹൃദയം നിലച്ചാൽ എല്ലാം തീർന്നു. ഹൃദയത്തിൻ്റെ ആഗ്രഹം അനുസരിച്ചല്ല ശരീരം പ്രവർത്തിക്കുന്നത്. ശരീരത്തിൻ്റെ ആഗ്രഹം അനുസരിച്ച് ഹൃദയം പ്രവർത്തിക്കുകയാണ്. നമ്മുടെ കാലുകൾ ഓടുമ്പോൾ ഹൃദയം അതിനൊപ്പിച്ച് മിടിപ്പിന് വേഗം കൂട്ടുന്നു. കൈകൊണ്ട് നമ്മൾ അതിവേഗം ജോലിയെടുക്കുമ്പോൾ ഹൃദയം വേഗത്തിൽ രക്തം പമ്പ് ചെയ്യുന്നു. അതുകൊണ്ട് ആൻറ്റി മനസ്സ് വെച്ചാൽ ആൻറ്റിക്ക് ഇനിയാണെങ്കിലും ഈ കുടുംബത്തിൻ്റെ ഹൃദയമാകാൻ സാധിക്കും. എല്ലാവർക്കും എല്ലാം എത്തിച്ചു കൊടുക്കണം. സ്നേഹവും കരുതലും ശ്രദ്ധയും പരിചരണവും ആഹാരവും വസ്ത്രവും മരുന്നും എല്ലാം. അപ്പോൾ അധികാരം താനേ വന്നോളും. അധികാരം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ അംഗീകാരമാണ്. അത് കിട്ടാതെ നമ്മൾ ഒരു കൽപ്പന പുറപ്പെടുവിച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യവുമില്ല. മറ്റുള്ളവരുടെ അംഗീകാരം കിട്ടാത്ത അധികാരത്തിന് ആയുസ്സുണ്ടോ ആൻറ്റി? എൽസമ്മ അലീന പറയുന്നതെല്ലാം വെറുതെ കേട്ടുകൊണ്ടിരിക്കുക മാത്രം ചെയ്തു. അല്പനേരത്തെ മൗനത്തിന് ശേഷം അവർ ആത്മഗതം പോലെ പറയുകയാണ്, സ്റ്റാൻലിക്ക് എന്നെ വേണ്ട, പിന്നെന്തിനാ ഞാനിവിടെ നിൽക്കുന്നത്? അങ്ങനെ വേണ്ടെന്ന് വെക്കാൻ പറ്റുമോ?
ആൻറ്റി മാറി നിൽക്കുന്നത് കൊണ്ടാണ് വേണ്ടാത്തത്. ആ സ്ഥാനത്തേക്ക് വേറെ ആരെങ്കിലും വന്നോ? ഇല്ലല്ലോ. ആ സ്ഥാനം ഒഴിഞ്ഞു കിടക്കുകയാണ്. പക്ഷേ അവകാശവും അധികാരവും സ്ഥാപിക്കാൻ ചെന്നാൽ അവിടെ കിട്ടിയെന്ന് വരില്ല. ക്ഷമാപണത്തോടെ സേവന സന്നദ്ധതയോടെ ചെല്ലണം. ഉടനെ എൽസമ്മ ചോദിക്കുകയാണ്, ഞാൻ കഴക്കൂട്ടത്തോട്ട് വന്നാലോ? നിനക്കെന്തെങ്കിലും സഹായം ചെയ്തു തരാം. ആദ്യം ആൻറ്റിയുടെ ഇവിടുത്തെ ജോലി തീരട്ടെ. അത് കഴിയുമ്പോൾ ഞാൻ തന്നെ വന്ന് ആൻറ്റി അങ്ങോട്ട് കൊണ്ടുപോയിക്കോളാം. ആൻറ്റിയുടെ സഹായം തീർച്ചയായിട്ടും എനിക്ക് അവിടെ വേണ്ടി വരും. പക്ഷേ ഇവിടുത്തെ പരീക്ഷ പാസ്സാകണം. ഇത് പറഞ്ഞുകൊണ്ട് അലീന ഒന്ന് ചിരിച്ചു. അവൾ സാധാരണ യാത്ര പോകുമ്പോൾ ചെയ്യാറുള്ളതുപോലെ എൽസമ്മയെ ആശ്ലേഷിക്കുകയും പുറത്തു തഴുകുകയും നെറ്റിയിൽ മുകരുകയും ചെയ്തു. അപ്പോൾ അവർ ചോദിക്കുകയാണ്, നീ ഇനി എന്നാ വരുന്നത്? ഞാൻ എല്ലാ ആഴ്ചയും വരും, പോരെ? എൽസമ്മ സമ്മതമോ വിസമ്മതമോ എന്നറിയാത്ത മട്ടിൽ തലയാട്ടി. അലീന ഔതക്കുട്ടിച്ചായനോട് യാത്ര പറയുവാൻ ചെന്നപ്പോൾ അയാൾ ലെതർ ബാഗ് എടുത്തു വെച്ച് അതിൽ ഡ്രസ്സും ബ്രഷും പേസ്റ്റും ഒക്കെ അടുക്കുകയാണ്. അലീന ആശ്ചര്യത്തോടെ ചോദിക്കുകയാണ്, വല്യപ്പച്ചനത് എങ്ങോട്ട് പോന്നു? അല്ല, ഞാൻ ആലോചിക്കുകയായിരുന്നു, ഞാനിനി എന്തിനാ ഇവിടെ കിടക്കുന്നേ? ഞാനും കൂടി കഴക്കൂട്ടത്തോട്ട് വന്നാൽ അവിടെ എന്തെങ്കിലും ചെയ്യാമല്ലോ. ഒരു മേശ പിടിച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റിയിടണമെങ്കിൽ പോലും നിനക്കൊരാളുടെ സഹായം വേണ്ടേ? വല്യപ്പച്ച, അവിടുത്തെ താമസ സൗകര്യം എന്നൊക്കെ പറഞ്ഞാൽ തീരെ പരിതാപകരമാ. എന്നെ പോലത്തെ മനുഷ്യരല്ലേ മോളെ അവിടെയും താമസിക്കുന്നത്. വല്യപ്പച്ചൻ പുനലൂർക്ക് പോവാണെന്നല്ലേ ആദ്യം പറഞ്ഞത്? ആ, പുനലൂർക്ക് എപ്പോഴാ പോകാൻ മേലാത്തത്? ഞാൻ നോക്കിയപ്പോൾ കഴക്കൂട്ടത്ത് ഒരു മേൽനോട്ടത്തിൻ്റെ കുറവുണ്ട്. നീ ഒറ്റയൊരുത്തിയല്ലേ ഉള്ളൂ അവിടെ എല്ലാം നോക്കാൻ. ഒക്കെ നേരെ ആയി കഴിയുമ്പോൾ ഞാനിങ്ങ് തിരിച്ചു പോന്നോളാം. എന്നാലും വല്യപ്പച്ചൻ ഒരു അനാഥാലയത്തിൽ വന്ന് താമസിക്കുക എന്നൊക്കെ പറയുമ്പോൾ അലീനയ്ക്ക് വല്ലായ്മയായി. ഒരു കുറച്ചിലുമില്ല മോളെ, നീ താമസിച്ച സ്ഥലമല്ലേ ഇത്. എത്ര കാലം വേണമെങ്കിലും ഞാനവിടെ താമസിക്കാം. അല്ലെങ്കിൽ തന്നെ ഞാനൊക്കെ ഇനി എത്ര നാളുണ്ട്? പിന്നെ നീ അനുഭവിച്ചുകൊണ്ടിരുന്ന സുഖവും കൂടെ എനിക്കൊന്ന് അറിയണം. അലീന ഔതക്കുട്ടിച്ചാൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിമിഷങ്ങളോളം നിന്നു. പെട്ടെന്ന് ഔതക്കുട്ടിച്ചാൻ പറയുകയാണ്, എന്നാൽ പിന്നെ സമയം കളയാതെ ഇറങ്ങ്, ഞാൻ റെഡിയാണ്. അലീനയ്ക്ക് എല്ലാവരോടും യാത്ര പറയണമായിരുന്നു. പൗലോസ് ചേട്ടൻ, ആൻ്റപ്പൻ ചേട്ടൻ, രാജപ്പൻ ചേട്ടൻ, ബൈജു, നായ്ക്കൾ, കിളികൾ, പ്രാവുകൾ, പൂച്ചെടികൾ. അവൾ യാത്ര പറഞ്ഞപ്പോൾ ബൈജു ചിരിച്ചു. എന്നിട്ട് ചോദിക്കുകയാണ്, എന്നോടെന്തിനാ യാത്ര പറയുന്നേ? ഇനി എൻ്റെ ഡ്യൂട്ടി മിക്കവാറും കുളത്തുപുഴ കഴക്കൂട്ടം ഷട്ടിൽ സർവീസ് ആയിരിക്കും. പൗലോസ് ചേട്ടന് അല്പം സങ്കടമുണ്ടായിരുന്നു. എൻ്റെ കുഞ്ഞെ, അന്നത്തെ വകതിരിവുകളിന് ഞാൻ വല്ലതും പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമിച്ചേക്കണേ. അലീന കാറിൻ്റെ സ്വിച്ച് കീ സ്റ്റാൻലിയെ തിരിച്ചേൽപ്പിച്ചപ്പോൾ അയാൾ ആശ്ചര്യപ്പെട്ടുകൊണ്ട് ചോദിക്കുകയാണ്, എന്താ, നിനക്ക് കാർ വേണ്ടേ? വേണ്ട പപ്പ, അത് ശരിയാവില്ല. ഞാൻ ഒരു ഓർഫനേജ് നടത്തുമ്പോൾ ഞാനും അവിടെയുള്ളവരെ പോലെ തന്നെ ആയിരിക്കണം. ഞാൻ മാത്രം കാറിൽ സഞ്ചരിക്കുന്നത് മോശമല്ലേ? പക്ഷെ നിനക്കിതിൻ്റെ ആവശ്യം വരും. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്നു പോകണ്ടേ? ഞാൻ പോകണ്ടെന്ന് പറഞ്ഞാലും നീ കടപ്പാട്ടൂരും പോകുമല്ലോ. പപ്പ, ബസ്സൊക്കെ ഉണ്ടല്ലോ ഇഷ്ടം പോലെ, അത് മതി. സ്റ്റാൻലിക്ക് ഇച്ഛാഭംഗമായി. തൻ്റെ മകൾ എവിടെയും ഉയർന്നു നിൽക്കണമെന്നും അവൾക്ക് സാമാന്യ സുഖ സൗകര്യങ്ങൾ ഉണ്ടായിരിക്കണമെന്നും അയാൾ ആഗ്രഹിച്ചു. അയാൾ ചോദിക്കുകയാണ്, ഓർഫനേജ് നടത്തുന്നു എന്ന് വെച്ച് നീ ഒരു അനാഥയായി മാറുമോ? ഇല്ലല്ലോ. ഞാൻ അനാഥയല്ല പപ്പ, പക്ഷേ അവിടുത്തെ ഒരാളെ പോലെ തന്നെ ജീവിക്കണം. ബ്രിജിത്ത മമ്മി അങ്ങനെയായിരുന്നു. ഞങ്ങൾക്ക് തന്നതിൽ കൂടുതലായി ഒരു ചായ പോലും മമ്മി കഴിച്ചിട്ടില്ല. സ്റ്റാൻലി വിസമ്മതാർത്ഥത്തിൽ ശിരസനക്കി. പപ്പ എന്തിനാ വിഷമിക്കുന്നേ? പപ്പ എനിക്ക് തരുന്ന കാറിനേക്കാൾ, വിലയേറിയ ഡ്രസ്സിനേക്കാൾ, രുചിയുള്ള ഭക്ഷണത്തേക്കാൾ എത്ര വിലപിടിച്ച സമ്മാനം എനിക്ക് തന്നു കഴിഞ്ഞു. സ്നേഹനികേതനം. അതിൽ കൂടുതൽ എന്നെ സന്തോഷിപ്പിക്കാൻ പപ്പയ്ക്ക് പറ്റില്ല. സ്റ്റാൻലി അപ്പോഴും പതിയെ ശിരസനക്കി. പപ്പയോടെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ആ പപ്പ, ആ ഡോക്ടർ പറഞ്ഞത് പപ്പ മറന്നുപോലേ. ആൻറ്റിക്ക് എപ്പോഴും സങ്കടമാണ്. പപ്പയുടെ കുറ്റം കൊണ്ടാണെന്ന ആൻറ്റിയുടെ വിശ്വാസം. അത് തിരുത്താൻ പറ്റില്ല. സ്വന്തം വാക്കും പ്രവൃത്തിയും കൊണ്ടാണ് ഈ ദുരിതങ്ങളെല്ലാം വന്നതെന്ന് മരണം വരെയും ആൻറ്റിക്ക് തിരിച്ചറിയാനും പറ്റില്ല. അപ്പോൾ പിന്നെ നമ്മൾ അങ്ങോട്ട് ദേഷ്യപ്പെടുന്നതൊക്കെ വെറുതെയാ. പൊട്ടക്കണ്ണനോട് നിനക്ക് വഴി നോക്കി നടന്നുകൂടെ എന്ന് ചോദിക്കുന്നത് പോലെ. പപ്പ ആൻറ്റിയുടെ അടുത്ത് ഒരിക്കലും ദേഷ്യപ്പെടരുത്. വല്ലപ്പോഴും അടുത്ത് ചെന്ന് എന്തെങ്കിലും സംസാരിക്കണം. ചിലപ്പോൾ മറുപടി ഒന്നും പറഞ്ഞില്ലെന്നിരിക്കും, ചിലപ്പോൾ കരഞ്ഞെന്നിരിക്കും. എന്നാലും സംസാരിക്കണം. ജീവിതകാലം മുഴുവൻ ദുഃഖിക്കാൻ തന്നെത്താൻ ശിക്ഷ വിധിച്ച ഒരാളെ കാണുന്ന സഹതാപത്തോടെ കാണണം. സ്റ്റാൻലി അപ്പോൾ വല്ലാത്തൊരു അസ്വസ്ഥതയോടുകൂടി പറയുകയാണ്, എനിക്കറിയാം, നീ പ്രത്യേകിച്ചൊന്നും പറയണ്ട. പപ്പ, ടാനിയയുടെ കാര്യം, ടെൽസേൻ ടോജയെയും ഒന്നും പപ്പ നോക്കണ്ട. പക്ഷെ അവളെ ശ്രദ്ധിച്ചേക്കണേ. ഞാൻ പോയി കഴിയുമ്പോൾ എൻ്റെ സ്ഥാനത്ത് അവളായിരിക്കണം. എന്ത് കാര്യത്തിനും പപ്പ അവളെ വിളിച്ചേക്കണം. അവളുടെ സഹായമില്ലെങ്കിൽ പപ്പയ്ക്ക് ജീവിക്കാൻ പറ്റില്ല എന്നൊരു തോന്നലുണ്ടാക്കിയെടുക്കണം. ആൻറ്റിയുടെ സ്വഭാവം കുറച്ചൊക്കെ അവൾക്ക് കിട്ടിയിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. പപ്പ എവിടെയെങ്കിലും പോകുമ്പോൾ അവളെ കൂടെ കൂട്ടിക്കൊണ്ടു പോകണം. എൻ്റെ മോളാണെന്നും പറഞ്ഞ് ആർക്കെങ്കിലും പരിചയപ്പെടുത്തുമ്പോൾ അവളുടെ തോളത്തൊന്ന് ചേർത്ത് പിടിച്ചേക്കണേ. അപ്പോൾ ഒരു മകൾക്കുണ്ടാകുന്ന അഭിമാനവും സന്തോഷവും എത്രയാണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അലീനയുടെ സ്വരമൊന്നിടറി. അവൾ അല്പസമയം മിണ്ടാതെ നിന്നു. സ്റ്റാൻലിയും ശബ്ദിച്ചില്ല. വീണ്ടും അവൾ പറയുകയാണ്, ടെൽസയുടെയും ടോജോയുടെയും കാര്യം അവൾ ശ്രദ്ധിച്ചോളും.
പരീക്ഷ കഴിയുമ്പോൾ ടെൽസയെ എൻ്റെ കൂടെ വിട്ടേക്കണേ. കഴക്കൂട്ടത്ത് നല്ല സ്കൂളുണ്ട്, അവളുടെ ബുദ്ധിയൊക്കെ ശരിയായി വന്നോളും. വീണ്ടും സ്റ്റാൻലി ചോദിക്കുകയാണ്, നീ ആ കാറ് വേണ്ടെന്ന് വെച്ചത് തന്നെയാണോ? എനിക്കവിടെ ഇതുകൊണ്ട് ഒരു പ്രയോജനമില്ല പപ്പാ. പിച്ചക്കാരൻ പുത്തൻ ഹീറോ ഹോണ്ടായിൽ നടന്ന് ഭിക്ഷ യാചിക്കുന്നത് പോലിരിക്കും. സ്റ്റാൻലിക്ക് അത് കേട്ട് ചിരി വന്നുവെങ്കിലും അയാൾ അത് അടക്കി പിടിച്ചു. അലീന അപ്പോൾ രഹസ്യം പോലെ സ്റ്റാൻലിയോട് പറയുകയാണ്, വല്യപ്പച്ചനുമുണ്ട് നമ്മുടെ കൂടെ. സ്റ്റാൻലിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നു. അയാൾ ചോദിക്കുകയാണ്, അതെന്തിനാ? പോരട്ടെന്നേ, പപ്പ ദേഷ്യപ്പെടണ്ട. അവിടെ വന്ന ആവശ്യമില്ലാത്തടത്തെല്ലാം തലയിടും കൊച്ചേ. നിനക്ക് പാരയാവും. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. അതൊക്കെ ഞാൻ നോക്കിക്കോളാം പപ്പ. അപ്പച്ചൻ അവിടെ താമസിക്കാനാണോ വരുന്നത്? ആണെന്ന് തോന്നുന്നു. പണ്ട് പപ്പയുടെ മോളെ അങ്ങോട്ട് അയക്കാൻ ചരടുവരി നടത്തിയതിൻ്റെ ഓർമ്മ കാണും. എന്നെ മാത്രമല്ലല്ലോ, ചിന്നുമോളെ. ആ ശരി ശരി, ഇതൊക്കെ നീ എടുക്കുന്ന ഭാരമാണ്. പോകാം. സ്റ്റാൻലി മുൻപേ ഇറങ്ങി. തൻ്റെ ബാഗുമായി അലീനയും സിറ്റൗട്ടിൽ വന്നു. ഡാനിയായും ടെൽസയും ടോജോയും സിറ്റൗട്ടിലുണ്ടായിരുന്നു. അലീന അവരെ ആശ്ലേഷിച്ച് ഉമ്മ നൽകി. പൗലോസുയേട്ടനും ആൻ്റപ്പനും രാജപ്പനും കാർപോർച്ചിൽ വന്നു നിന്നു. എല്ലാവരോടും ഒരിക്കൽ കൂടി യാത്ര പറഞ്ഞ് അലീന കാറിൽ കയറി. ബൈജുവാണ് കാർ ഓടിക്കുന്നത്. വീണ്ടും വരുമെങ്കിലും ഇതൊരു മടക്കയാത്രയാണെന്ന് അലീനയ്ക്ക് അറിയാമായിരുന്നു. കടപ്പാട്ടൂരെ അച്ഛനോടൊപ്പം ഇവിടേക്ക് വന്നത് അവൾ ഓർത്തു. ഇന്ന് വീണ്ടും മടങ്ങിപ്പോവുകയാണ്, ഇടത്താവളങ്ങൾ ഉപേക്ഷിച്ച് പണ്ടത്തെ അനാഥത്വത്തിൻ്റെ ഇളം തൊട്ടിലേക്ക്. മുറ്റത്തു നിന്ന് കാറ് ചെരുവിലേക്ക് ഇറങ്ങിയപ്പോൾ അലീന തിരിഞ്ഞു നോക്കി. എല്ലാവരും അവിടെ തന്നെ നിൽപ്പുണ്ട്, സിറ്റൗട്ടിലും കാർ പോർച്ചിലും. ടെൽസ കണ്ണു തുടച്ചുകൊണ്ടാണെങ്കിലും കൈവീശുന്നത് കാണാമായിരുന്നു. ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായി ഒന്ന് ലൈക്ക് ചെയ്യുവാനും ഹൈപ്പ് ചെയ്യുവാനും മറന്നു പോകരുതെന്ന് വീണ്ടും ഓർപ്പിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.